കേരളത്തിലെ കിഫ്ബിയുടെ പദ്ധതികൾ നടപ്പാക്കിയതോടെ നമുക്കറിയാം നമ്മുടെ ഏറെ ചെലവ് കൂടിയ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ രംഗത്തുമൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മളൊരുപാട് സ്വപ്നം കണ്ട പല പദ്ധതികളും സാമ്പത്തികമായ പ്രതിസന്ധി മൂലം നടക്കാതെ പോയപ്പോഴാണ് ഈ ആശയം മുമ്പോട്ട് വരികയും കിഫ്ബിയിലൂടെ കണ്ടെത്തിയ പണത്തിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്കിത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഏകദേശം 9ഓളം പദ്ധതികൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും പദ്ധതികൾ മാത്രം ഇപ്പോൾ അതിൻ്റെ പ്രാരംഭമായ ഒരു ഘട്ടത്തിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാഞ്ഞിരപ്പള്ളിയുടെ ദീർഘകാല സ്വപ്നമായിരുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ഗതാഗത കുരുക്ക് മൂലം ഏറെ ബുദ്ധിമുട്ടിയിരുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിന് ഒരു ബൈപ്പാസ് എന്ന ആശയത്തിന് കാലത്തിൻ്റെ പഴക്കമുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് അടുത്ത കാലത്താണ്. അതിന് ഏറ്റവും സഹായകരമായ ഒരു നിലപാടെടുത്തത് തീർച്ചയായിട്ടും ഈ കിഫ്ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു മുന്നേറ്റമാണ്. 78.69 കോടി രൂപയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. അതിൻ്റെ ഭൂമി ഏറ്റെടുത്തു. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മാണത്തിൻ്റെ ഏതാണ്ട് 30% നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കുന്നതോടെ കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരം ഉണ്ടാകും അടിസ്ഥാന മേഖലയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കാഞ്ഞിരപ്പള്ളിയെയും സമീപത്ത് ഉള്ള പഞ്ചായത്തുകളും ചെറക്കടവിനെയും വെള്ളാവൂരിനെയും ഒക്കെ തന്നെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന മണിമലയാറിന് സമീപത്തുള്ള തീരദേശ റോഡാണ്. ഈ തീരദേശ റോഡ് ഗതാഗതത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട മുതൽ കാഞ്ഞിരപ്പള്ളി മുതൽ കുളത്തൂർമൂഴി അങ്ങനെ മല്ലപ്പള്ളി പത്തനംതിട്ടയ്ക്കുമൊക്കെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ വിഭാവനം ചെയ്ത കർഷക സൗഹൃദ ലിങ്ക് റോഡ്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൂഴി റോഡ് എന്ന് വിഭാവനം ചെയ്തിരിക്കുന്ന പ്രസ്തുത റോഡിന് 85.81 കോടി രൂപയാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. 2 ആഴ്ചക്കുള്ളിൽ അതിന് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ അപ്രൂവലായി കഴിഞ്ഞാൽ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്തെ ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല സുഗമമായ യാത്രയുടെ എല്ലാ സാധ്യതകളൊരു പുഴയുടെ തീരത്തുള്ള യാത്രയ്ക്ക് വളരെയേറെ ആനന്ദകരമായ യാത്രയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള വളരെ ഭാവനാപൂർണമായ മറ്റൊരു പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകി. അത് നമ്മളിന്നത് പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ വിഷയം. കുടിവെള്ളത്തിന് ജയജയം പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും അവിടെ കരിമ്പുകയം എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥലത്ത് പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ എല്ലാ മേഖലയിലും വെള്ളം എത്തിക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഏകദേശം വിതരണ ശൃംഖല ഉൾപ്പെടെ നമുക്ക് കിഫ്ബിയിൽ നിന്ന് 68.69 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലാണ് വലിയൊരു മാറ്റം കാഞ്ഞിരപ്പള്ളിയിലുണ്ടായത്. പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതിയാണ് ഈ കാര്യത്തിലുണ്ടായത്. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പല വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് വലിയ മാറ്റമുണ്ടായി. അങ്ങനെയാണ് പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും 1.8 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് കമ്പൈൻഡ് പ്രോജക്റ്റായിട്ട് നടപ്പാക്കി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ആ സ്കൂള് ഏറ്റവും മികച്ച തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാറ്റങ്ങളുണ്ടാക്കാനുള്ള സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്.
അതോടൊപ്പം തന്നെയാണ് താഴത്തുവടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന് വേണ്ടി 1 കോടി രൂപയുടെ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം നെടുകുന്നം ഗവൺമെൻറ് സ്കൂളിന് വേണ്ടി 1 കോടി രൂപയാണ് വീണ്ടും അനുവദിച്ചത്. ആ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കിഫിയെപ്പോലെ ഒരു ആശയം മുമ്പോട്ട് വന്നപ്പോൾ ഗ്രാമീണ റോഡുകൾക്ക് നമുക്കറിയാം സാധാരണഗതിയിൽ വളരെ കാര്യമായ വലിയ തുക അനുവദിക്കാറില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം, എൻ്റെ നിയോജകമണ്ഡലത്തെ ഏറ്റവും ഗ്രാമീണ മേഖലയാണ് കങ്ങഴ എന്ന് പറയുന്ന പ്രദേശം. കങ്ങഴ പഞ്ചായത്തിലെ പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ആ മേഖല ഉണ്ടായത്. അവിടെ പത്തനാട് ഇടേരിക്കപ്പുഴ റോഡിന് 36.19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് 60% പൂർത്തീകരിച്ച് കഴിഞ്ഞു. വലിയൊരു മാറ്റമാണ് ആ ഗ്രാമീണ മേഖലയിൽ ഇതുകൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം തന്നെയാണ് സാംസ്കാരിക മേഖലയിൽ ഒരുപക്ഷേ അന്ന് കിഫിയിൽ അനൗൺസ് ചെയ്ത പ്രോജക്റ്റായിരുന്നു 14 ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഓരോ പ്രമുഖരുടെയും പേരിൽ നടപ്പാക്കാൻ. അതിൽ കോട്ടയംകാരി കൂടിയായ ലളിതാംബി അന്തർജനം എന്ന എഴുത്തുകാരിയുടെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ് അനുവദിച്ചത്. അതിൻ്റെ പ്രോജക്റ്റിന് ആകെ 50 കോടി രൂപയാണ് അന്ന് വിഭാവനം ചെയ്തത്. അതിന് 6 കോടി രൂപ ചിലവഴിച്ച് നമ്മൾ 5 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി കങ്ങഴ പഞ്ചായത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞു. അത് കിഫിയുടെ ഫണ്ടാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾക്ക് ശേഷം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. ഏകദേശം 30 കോടി രൂപ വരുന്ന ഒരു പ്രോജക്റ്റിനുള്ള അപ്രൂവലിന് വേണ്ടിയുള്ള ഫൈനൽ ഘട്ടത്തിലാണ്. 2020 ജനുവരി മാസത്തോടെ അതിൻ്റെ അപ്രൂവലും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കാൻ കഴിയും. അങ്ങനെ സാംസ്കാരിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ നിയോജകമണ്ഡലത്തിലുണ്ടാകുന്നത്. കോട്ടയം ജില്ലയുടെ പ്രോജക്റ്റാണ്. അവിടെ പ്രധാനമായിട്ടും കൺവെൻഷൻ സെൻറ്ററുകൾ, അതോടൊപ്പം തന്നെ സാഹിത്യ ചർച്ചകൾക്കുള്ള വേദികൾ, പെർഫോമൻസിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വളരെ മാതൃകാപരമായൊരു പ്രോജക്റ്റായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയുടെ ആരോഗ്യരംഗത്ത് കാഞ്ഞിരപ്പള്ളി മാത്രമല്ല സമീപപ്രദേശത്തെ ആരോഗ്യരംഗത്തുണ്ടാക്കിയ വലിയൊരു മാറ്റമാണ്. ഏകദേശം 11 കോടി രൂപ ചെലവഴിച്ചു. കാത്തിലാവ്, നമുക്കറിയാം കാത്തിലാവ് ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഹൃദയ സംബന്ധമായ രോഗചികിത്സയ്ക്ക് വേണ്ടി ഒരു കാത്തിലാവ് ഒരു ഗ്രാമീണ മേഖലയിലെ ആശുപത്രി എത്തുക എന്നുള്ളത് കിഫി എന്ന് പറയുന്ന ആശയമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രാവർത്തികമാകില്ലായിരുന്നു. ഈ കാര്യത്തിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 11 കോടി രൂപയോളം ചെലവഴിച്ചുള്ള കാത്തിലാവിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് ഏകദേശം 2000-ഓളം രോഗികൾക്ക് അവർക്ക് സമാശ്വാസം നൽകാൻ അവരുടെ ഇവിടെ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം കോട്ടയം മെഡിക്കൽ കോളേജിലെത്താൻ. ഒരുപക്ഷേ ഈ കിഴക്കൻ മേഖലയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായ ഒന്നുകിൽ സ്വകാര്യ ആശുപത്രികളെ നമ്മൾ സമീപിക്കണം. അവിടെ വലിയ തുകയാണ്. മെഡിക്കൽ കോളേജ് എത്തുക എന്നുള്ളത് ദൈർഘ്യമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടകരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി സൗകര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഈ കാത്തിലാവിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്നത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്നു.
ചുരുക്കത്തിൽ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അടിസ്ഥാന മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, ഈ 4 മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഇത് കാഞ്ഞിരപ്പള്ളിയുടെ മാത്രം അവകാശമല്ല, കാഞ്ഞിരപ്പള്ളിയുടെ മാത്രം നേട്ടമല്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓരോ നിയോജക മണ്ഡലത്തിലെ നേട്ടങ്ങളോടൊപ്പം തന്നെ അടിസ്ഥാന മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങൾ, കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, ഒരുപക്ഷെ നമുക്കൊരിക്കലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ തീരദേശ സംരക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകൾ, മലയോര ഹൈവേ പോലുള്ള വലിയ സ്വപ്ന പദ്ധതികൾ, ഇവയെല്ലാം കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് ഇത്തരമൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തതിനെ കൊണ്ട് മാത്രമായിട്ട് കഴിഞ്ഞ 8-9 വർഷക്കാലമായി നമുക്ക് കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 70,000 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ വർക്കുകളിൽ ഒരു പകുതിയോളം വർക്കുകൾക്ക് പൂർത്തീകരണത്തിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയാൻ കഴിഞ്ഞു. ചില പദ്ധതികൾ ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജും അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂളാണ്. കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂൾ 5ാമത്തെ സ്പോർട്സ് സ്കൂളായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് കുന്നുഭാഗം ഗവൺമെൻറ് സ്കൂളിലാണ് ഈ സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി DPR സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരള തയ്യാറാക്കി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 2025 സ്പോർട്സ് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള 25 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്പോർട്സ് മേഖലയിൽ, കായിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമായൊരു നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഈ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല മറ്റ് മേഖലയ്ക്കും എല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. തീർച്ചയായിട്ടും അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനെ വളരെ ഭാവനാപൂർവ്വം വിഭാവനം ചെയ്ത ഈ പദ്ധതിയെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. അത് കേരളത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.